പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പാലക്കാടിന്റെ ജനപ്രതിനിധി ശ്രീ രാഹുൽ മാങ്കൂട്ടം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ ഇന്ന് കാലുകുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവരും കേരളത്തിലെ അപൂർവം ചില ആളുകളും പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പാലക്കാട് അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ കോലാഹലങ്ങളും ഉണ്ടാകുമെന്നാണ്. എന്നാൽ പാലക്കാട് കാലുകുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെയുള്ള അമ്മമാര്, സഹോദരിമാര്, അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും വളരെ തന്മയത്വത്തോടും സ്നേഹത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കുന്ന അതേ ഊഷ്മളതയോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സെൽഫി എടുക്കുന്ന സ്ത്രീകളെ, നിരവധി ആളുകളെ നിങ്ങൾ TV ചാനലുകളിൽ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു സ്വീകരണം ലഭിക്കുന്നത് എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPM-ന്റെയും BJP-യുടെയും ഒക്കെ ഇരട്ടത്താപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, വ്യക്തമായി പരാതിക്കാരുള്ള വിഷയങ്ങൾ CPM-ന്റെയും BJP-യുടെയും നേതാക്കന്മാർക്കെതിരെ ഉണ്ടായപ്പോൾ യാതൊരു നടപടികളും സ്വീകരിക്കാതെ MLA-മാരടക്കം കൊല്ലം MLA മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തതൊരു സ്ത്രീയാണ്. കേരള പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ച് ആ ആരോപണം യാഥാർത്ഥ്യമാണെന്ന് അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ. അതുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നാൽ മുകേഷ് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരാളെ CPM-ന്റെ MLA ആയിട്ട് ഇപ്പോഴും വിലസി നടക്കുകയാണ്. നിയമസഭയിലടക്കം, സഭയ്ക്ക് പുറത്തടക്കം, മണ്ഡലത്തിലടക്കം യാതൊരു തരത്തിലും യാതൊരു കൂസലുമില്ലാതെ കറങ്ങി നടക്കുന്നു. BJP-യുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോഡിയായിട്ടുള്ള പാർലമെന്ററി ബോഡിയിൽ യെദ്യൂരപ്പ എന്ന് പറയുന്ന കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഗുരുതരമായ പോക്സോ കേസാണുള്ളത്. തീർച്ചയായിട്ടും യെദ്യൂരപ്പ കുറ്റക്കാരനാണെന്നുള്ളത് പൊതുസമൂഹത്തിന് മാത്രമല്ല അവിടെയുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയർ എന്നല്ല പറയേണ്ടത്, ആരോപണം തെളിയിക്കപ്പെട്ട കോടതി ഇവർക്ക് ശിക്ഷ വിധിക്കേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളെ ചുമക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോപണം, വ്യക്തമായ ഒരു ആരോപണം പോലും ഇല്ലാത്തൊരു വ്യക്തിയെ വേട്ടയാടുന്നതിലുള്ള അസഹിഷ്ണുത, ആ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്തുകൊണ്ടാണെന്നുള്ളത് ഇതുകൊണ്ട് മാത്രമാണ്. തങ്ങളുടെ കൂടെയുള്ള ആരോപണ വിധേയരെ കൂടുതൽ സംരക്ഷിക്കുകയും കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ മാത്രം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഉടനെ രാജിവെക്കണമെന്നും പറയുന്ന ഇരട്ടത്താപ്പ് നയം CPM-ഉം BJP-യും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ ഒരു പരാതി ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. കിട്ടിയ പരാതികളാകട്ടെ രാത്രിയിൽ ഏതോ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചപ്പോൾ തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ട് കിട്ടി തുടങ്ങിയിട്ടുള്ള യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങൾ. അതും 5 വർഷങ്ങൾക്ക് മുമ്പും 6 വർഷങ്ങൾക്ക് മുമ്പും ഒക്കെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്, MLA ആകുന്നതിന് മുമ്പൊക്കെ മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുമായിക്കോട്ടെ, നിങ്ങളുടെ ചോരത്തുടിപ്പുള്ള പ്രായങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാത്തവരാണോ? സ്വാഭാവികമായിട്ടും പരസ്പരം സൗഹൃദമുള്ളവർ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. രാഹുൽ മാങ്കൂട്ടം പോലും അത് നിഷേധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ 28ഓ 29ഓ വയസ്സിൽ അല്ലെങ്കിൽ 30ഓ വയസ്സിൽ അയച്ച മെസ്സേജിന്റെ പേരിൽ ഈ 35-ാം വയസ്സിൽ ആ മനുഷ്യനെ വേട്ടയാടുന്നത് എന്തിന്റെ പേരിലാണ്? ഒരു മനുഷ്യൻ വളർന്ന് അദ്ദേഹത്തിന്റെ മേഖലയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? പിന്നീട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ചില ആളുകൾ ഉന്നയിക്കുന്നു. അത് വ്യക്തികൾ, ആരോപണ വിധേയർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ നാളിതുവരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ
രാഹുൽ മാങ്കൂട്ടം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സാമൂഹിക വിചാരണ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളുമില്ല. ഇനി അത്തരം ഒരു ബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടം ഏർപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാതി നാളിതുവരെയായിട്ട് വരേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു പരാതികളും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം പിന്നിൽ ഒളിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇപ്പോൾ ഇല്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി, പാലക്കാട് മണ്ഡലത്തിൽ സജീവമായിട്ട് ഇടപെടുകയും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായി ഒരാളെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നതിനർത്ഥം അദ്ദേഹത്തെ പടിയടച്ചു പിണ്ടം വെച്ചു എന്നല്ല. കാരണം വി.ഡി. സതീശന്റെ അടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങളുടെ ഒരു വലിയ കൂരമ്പുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് തന്റെ നിരപരാധിത്വം പൂർണ്ണമായിട്ടും തെളിയിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു അവസരം ആ പാർട്ടി നൽകുന്നുണ്ട്. ആ അവസരത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അടക്കം നിരവധി നേതാക്കന്മാർ, UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ, ഇവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. തുടക്കത്തിലുണ്ടായിട്ടുള്ള ആരോപണങ്ങളുടെ വേലിയേറ്റ സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് UDFന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നു എന്ന് വേണം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിപ്പിച്ചത്. BJPക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ 18,000-ലേറെ വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിനാണ് പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത്. ആ ജനങ്ങളോട് നീതിപൂർവമായിട്ടുള്ള പ്രതികരണം നടത്തുവാൻ, ഇടപെടൽ നടത്തുവാൻ, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ, വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ അതിനൊക്കെ രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ന് വന്ന് MLA ഓഫീസ് സന്ദർശിച്ചു, മരണ വീടുകളിൽ പോയി. അതോടൊപ്പം തന്നെ MLA ഓഫീസ് ഇരിക്കുന്നതിനടുത്തുള്ള സമീപത്തെ നിരവധി വീടുകളിൽ അദ്ദേഹം സന്ദർശിച്ചു. ആ വീടുകളിലൊക്കെ നിങ്ങൾ TV ചാനലുകൾ കണ്ടിട്ടുണ്ടാകും. വലിയ സ്വീകരണമാണ് ലഭിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ജനകീയ പ്രവർത്തനങ്ങളുമായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകട്ടെ. ആ മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും പാലക്കാടിന്റെ വികസനത്തിനും കേരളത്തിന്റെ വികസനത്തിനും ഒക്കെ തീർച്ചയായിട്ടും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.